ഹായ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ ക്വസ്റ്റ്യനിൽ ഇതാദ്യം നിങ്ങൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 3x - 2y + 12 = 0. ഇന്റർസെക്ട് ദി പരാബോള 4y = 3x² at the points A and B. Then the vertex of the parabola, the line segment AB, subtends an angle is equal to. അതായത് ഇത് നിങ്ങൾക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ അതുപോലെ പരാബോള കോണിക് സെക്ഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ ഇൻവേഴ്സിന് ചെറിയൊരു സ്വാധീനമുണ്ട്, എന്നാൽ വലിയ രീതിയിലൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആംഗിൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അതിനെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ കൺവേർട്ട് ചെയ്തിട്ട് പറയുന്നത് മാത്രം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. മെയിൻലി സ്ട്രെയിറ്റ് ലൈന് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കുറച്ചിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ പരാബോളിനെ കുറിച്ചുള്ള ചെറിയ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു സബ്റ്റൻഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്. സബ്റ്റൻഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഇതൊരു ലൈൻ സെഗ്മെൻ്റ് ആണ് എ ബി എങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിലേക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, സബ്റ്റൻഡഡ് ആംഗിൾ ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് എ ബി അറ്റ് ദി പോയിന്റ് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്റ്റൻഡഡ് ആംഗിൾ അറ്റ് ദി പോയിന്റ് സി ബൈ ദി ലൈൻ എ ബി എന്നാണ് ഇതിന് പറയാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതാണ് സബ്റ്റൻഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേസിക്കലി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഏത് ഒരു പരാബോള നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു പരാബോള വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇതാണ് പരാബോള. ഓക്കേടാ, ഇത് പരാബോളയാണ്. മക്കളെ ശ്രദ്ധിക്കണേ, പരാബോള വരച്ചു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഒറിജിനാണ്. ഓക്കെ, ഒറിജിൻ നമുക്കറിയാം 0,0, റൈറ്റ്. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. നോക്കടാ, 3x - 2y + 12 = 0. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഫോർ എക്സാമ്പിൾ ഈ പരാബോള ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് വിചാരിക്കുക. ഞാൻ ചുമ്മാ ഒന്ന് വരച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണത്തിന് എന്ന് കൊടുക്കുന്നു, ഒരെണ്ണത്തിന് ബി എന്ന് കൊടുക്കുന്നു. എ ബി എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ഇതിൻ്റെ സെൻറ്റർ മീൻസ് ഇവിടെ നോക്കുക, ഇവിടെ സെൻറ്റർ 0,0 സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക, ഈ എൻഡിൽ നിന്നും വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിൾ തീറ്റിനെ വിളിക്കുന്ന പേരാണ് സബ്റ്റൻഡഡ് ആംഗിൾ ഓഫ് ദി സെഗ്മെന്റ് എ ബി അറ്റ് ദി പോയിന്റ് ഓ ഒറിജിൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കണ്ടേ? ഈ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് ഏതാണെന്ന് അറിയണ്ട. അപ്പോൾ ഈ പരാബോളയും ലൈനും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യേണ്ടത്? ഈ ലൈനിൻ്റെയും ഈ പരാബോളിൻ്റെ ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. എടാ, ഇതിൽ നിന്ന് നിങ്ങൾ y കണ്ടുപിടിക്കുക. എന്താണ് y എന്ന് പറഞ്ഞാൽ? 3x + 12/2 അല്ലേ? y എന്താണ്? 3x + 12/2. ഇതാണ് ആ ലൈനിന് y കണ്ടുപിടിച്ചതാണിത്. ഇനി 4y = 3x² ആണ്. 4y = y എന്ന് പറഞ്ഞാൽ 3x + 12/2 ആണ്. ഇതാണ് 4y. 4y = 3x². മനസ്സിലാവുന്നുണ്ടോ? ഇതാ 4y = 3x². 4 × y എന്ന് പറഞ്ഞാൽ 3x + 12/2 ആണ്. = 3x² എന്നുണ്ട് അല്ലേ? 3x² എന്നുണ്ട്. എടാ, ഇവിടെ നമുക്ക് ഈ 2ഉം 4ഉം കട്ട് ചെയ്ത ഒരു 2 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3x² - 6x - 24 = 0. നമുക്കൊരു 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ x² - 2x - 24/3 8 = 0. ശരിയല്ലേ? അപ്പോൾ x² - 2x - 8 = 0 എന്ന് കിട്ടി. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് എന്താ കിട്ടുക? x - 4 × x + 2 = 0 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാലോ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -8 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം. അപ്പോൾ ഇതിൽ നമുക്ക് x = -2 എന്നും കിട്ടും, +4 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കടാ, x -2 ആയാൽ എത്രയാണ് y? അതുപോലെ x 4 ആയാൽ എത്രയാണ് y? അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ x -2 ആയി കഴിഞ്ഞാൽ ആലോചിക്കുക, x -2 ആയാൽ y ഇവിടുന്ന് കിട്ടും. ഇവിടുന്നോ പരാബോളെന്നോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം ഇവിടെ കൊടുക്കാം. എക്സിന് -2 എന്ന് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 × -2 -6 + 12 6/2 എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? അപ്പോൾ ഒന്ന് -2,3 ആണ്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യണം? എക്സിന് വാല്യൂ 4 ഇട്ട് കൊടുക്കുക. 3 × 4 12 ആണ്. 12 + 12 24. 24/2 എത്രയാണ്? വീണ്ടും 12 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇതെന്ത് കിട്ടി? 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി, ഒന്ന് എ ഒന്ന് ബി എന്ന് എടുക്കാം. ഓക്കെ, ലെറ്റ് us say 1 is A, 1 is B. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ -2 3 ആണ്. അപ്പോൾ ഏകദേശം -2 3 എന്ന് പറയുന്നത് എവിടെയാണ് വരിക എന്ന് നോക്കുക. ഇത് -2 ആണ്, ഇത് 3 ആണെന്ന് വിചാരിച്ചോ. ഈ പോയിന്റ് ആണ് -2, 3. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. മറ്റേ പോയിന്റ് 4, 12 ആണ്. അപ്പോൾ എക്സ് ഏകദേശം 4 ഇവിടെയാണ്, y 12 ഏകദേശം ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. ദിസ് ഇസ് 4, 12. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയടാ? ഒരു ലൈൻ കിട്ടി. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇത് പരാബോളായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എയും ബിയും എന്ന് മനസ്സിലാക്കുക. ഇതെന്ത് ചെയ്യണം? സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ സെൻട്രലിൽ സബ്റ്റൻഡ് ചെയ്യുന്ന എത്രയാണെന്നാണ് ചോദ്യം അല്ലേ? സെൻട്രലിലേക്ക് ഇത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഓക്കെ, ജസ്റ്റ് സെൻട്രലിലേക്ക് വരയ്ക്കുക, ഇവിടെ ഇങ്ങോട്ടേക്കും വരയ്ക്കുക. സോ വാട്ട് ഇസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ തീറ്റ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഒറിജിൻ 0, 0 അല്ലടാ. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്ലോപ്പ് m1 ആണെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ സ്ലോപ്പ് m2 ആണെന്ന് വിചാരിച്ചോ. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്? tan θ = മോഡുലസ് ഓഫ് m1 - m2 / 1 + m1 m2 അല്ലേ? സംഭവം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ സ്ലോപ്പാണ് ഞാൻ ഇവിടെ ആദ്യം എഴുതാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? ഈ ലൈൻ്റെ സ്ലോപ്പ് m1 ആണ്. അപ്പോൾ 12 - 0 / 4 - 0, 12/4 എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 3. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എഴുതാണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 3 - 0. 3 - 0 എന്ന് പറയുമ്പോൾ 3 വരും, ഡിവൈഡ് ബൈ -2 - 0 എന്ന് പറയുമ്പോൾ -2. സോ ദിസ് ഇസ് -3/2. -3/2. അപ്പോൾ ഇതിന് നമ്മൾ തൽക്കാലം m2 എന്ന് എടുത്തു. Now what is the formula? Tan θ is equal to modulus m1 - m2 by m1 എന്ന് പറഞ്ഞാൽ 3 - m2. m2 എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് ആയി. സോ m1 - m2 by 1 + m1 × m2 അല്ലേ? 1 + m1 × m2 എന്ന് പറയുമ്പോൾ 1 + m1 എന്ന് പറഞ്ഞാൽ 3 × m2 എന്ന് പറഞ്ഞാൽ -3/2 ആണ്. ഓക്കെ മക്കൾ, ഇതൊന്ന് സോൾവ് ചെയ്തേ, നിങ്ങൾക്ക് ആൻസർ കിട്ടി -3/2. സോ വാട്ട് ഈസ് tan θ? Tan θ is equal to modulus. ഇവിടെ 2 അല്ലേ? ഓക്കെ, 2 × 3 6, 6 + 3 9, 9/2 വരും. 9/2 ഡിവൈഡ് ബൈ ഇവിടെ ചെയ്യുന്ന സമയത്ത് 2 - 9 -7/2 എന്ന് വരും. ദാറ്റ് ഈസ് -7 എന്ന് വരും. ഇവിടെ ആൻസർ കിട്ടിയില്ലേ? അതായത് tan θ is equal എന്താ കിട്ടുക? Tan θ is equal to അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? -9/2 - 9/2/7/2 അല്ലേ വരിക? അപ്പോൾ നിങ്ങൾക്ക് 2/2 കട്ടായി പോകും കേട്ടോ. സോ tan θ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ 9/7 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ 9/7 എന്ന് കിട്ടും. സോ വാട്ട് ഈസ് θ? θ ഈക്വൽ ടു എന്താണ്? tan ഇൻവേഴ്സ് ഓഫ് 9/7 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഒരു ആംഗിള്? ഒരു ലൈൻ സെഗ്മെന്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ലൈൻ സെഗ്മെന്റ് എൻഡ് പോയിന്റ്സ് ആ എവിടെയാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ആ രണ്ട് വരച്ചിരിക്കുന്ന ലൈൻസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് സബ്റ്റെൻഡഡ് ആംഗിൾ എന്ന് വിളിക്കുക. ഈ സബ്റ്റെൻഡഡ് ആംഗിൾ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലൈൻ സെഗ്മെന്റുകൾ വന്നൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണല്ലോ തീറ്റ. അപ്പോൾ ഈ സെഗ്മെന്റുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജസ്റ്റ് രണ്ടിൻ്റെ സ്ലോ പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ tan θ ഈക്വൽ ടു m1 - m2 by 1 + m1 m2, അല്ലെങ്കിൽ tan θ ഈക്വൽ ടു m2 - m1 by 1 + m1 m2. m1 - m2 m2 - m1 ഒക്കെ സെയിം ആണ്, കാരണം മോഡുലസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, മോഡുലസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസറിൽ ഒരു മാറ്റം വരില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.